ഈ ദിവസങ്ങളിൽ നമുക്ക് അഭിഷേകത്തിൽ വരാൻ കൂടുതൽ കൃപ കിട്ടാനുള്ള വഴി പറയുകയാണ്. ശ്രദ്ധിച്ചോ, ഒന്ന് നാവിനെ നിയന്ത്രിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട നാക്കിനെ നിയന്ത്രിക്കുക. നമ്മുടെ നാവാണ് ബന്ധനം. പ്രസലോഷ് ശരിക്കും നാവിനെ നിയന്ത്രിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുക. പ്രസലോഷ് നമ്മുടെ സ്വന്തം നാവിനെ നമ്മൾ നിയന്ത്രിച്ചാൽ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുള്ളൂ. പ്രസലോഷ് ഹല്ലേലൂയ. അപ്പോൾ ദൈവസ്നേഹം അനുഭവിക്കുമ്പോൾ ആദ്യത്തെ പ്രത്യേകത എന്താ? നമ്മൾ എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമായിരിക്കും. പ്രസലോഷ് നമ്മളെല്ലാവരും ക്ഷമിക്കും. നമുക്ക് ആരോട് ശത്രുത ഉണ്ടാകത്തില്ല. അതാണ് ദൈവസ്നേഹം എന്ന്. ഒരാൾക്ക് ദൈവസ്നേഹം കിട്ടിയ ആളെല്ലാവരും ക്ഷമിക്കുന്ന വ്യക്തിയാണ്. പ്രസലോഷ് ദൈവസ്നേഹം കിട്ടാത്ത വ്യക്തി മറ്റുള്ളവർ ക്ഷമിക്കില്ല. എപ്പോഴും പകയും വിദ്വേഷമായിട്ട് നിൽക്കും. പ്രസലോഷ് ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന വ്യക്തി എല്ലാവരും ക്ഷമിക്കുന്ന വ്യക്തി. ഹല്ലേലൂയ. പക്ഷേ മറ്റുള്ളവർ അവർ നമ്മളോട് ക്ഷമിച്ചെന്ന് വരില്ല. പക്ഷെ നമ്മൾ അവരോട് ക്ഷമിക്കും. പ്രസലോഷ് നമ്മൾ ഒരാളോട് ഒരു വഴക്കുണ്ടാക്കിയപ്പോൾ ആൾ നമ്മളോട് ക്ഷമിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ക്ഷമിക്കും. കാരണം ദൈവസ്നേഹമുള്ളവർ അങ്ങോട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കും. പ്രസലോഷ് അപ്പോസ്തലപ്രവർത്തനം 23:1 24:14 പൗലോസ് പറയും, ഞാൻ ശുദ്ധമായ മനസാക്ഷി ഉണ്ടോ? എനിക്ക് നല്ല ശുദ്ധമായ മനസാക്ഷി. ശുദ്ധമായ മനസാക്ഷി എന്നുള്ള ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ വെറുപ്പ് കയറി കഴിഞ്ഞാൽ നമ്മുടെ അഭിഷേകം മാറിപ്പോകും. അരൂപി മാറും. ഹല്ലേലൂയ. അരൂപി മാറുന്നതെല്ലാം വെറുപ്പിലൂടെയാണ്. അഭിഷേകം മാറുന്നത് നമ്മുടെ വെറുപ്പിലൂടെയാണ്. നമ്മൾ ദൈവസ്നേഹം വിട്ടുപോയി കഴിയുമ്പോഴാണ് നമുക്ക് അരൂപി മാറിപ്പോകും. പ്രസലോഷ് പല ആൾ ലോകത്തിൽ ശുശ്രൂഷ നടത്തുന്നതാണ്. പല ഡിനോമിനേഷൻസ് എല്ലാം അത് വെറുപ്പിൽ നിന്നുണ്ടായ ശുശ്രൂഷയാണ്. പ്രസലോഷ് സഭയോടുള്ള വെറുപ്പ്, അല്ലെ മെത്രാന്മാരോടോ വൈദികരോടോ അധികാരം ഉണ്ടായ വെറുപ്പിൽ നിന്നുണ്ടായ ശുശ്രൂഷയാണത്. അതുകൊണ്ട് അത് അരൂപി മാറിപ്പോകും. അതുകൊണ്ടാണ് ശരിക്കും നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ നാവിനെ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. നാവിനെ നിയന്ത്രിക്കണം. എന്ത് ചെയ്യണം? ഈശോ തന്നെ പറയുന്നുണ്ട്. അതായത് മത്തായി 26:41 പറയും, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്നിട്ട് പറയും, ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. കണ്ടോ, ആത്മാവ് സന്നദ്ധമാണെങ്കിലും. അപ്പൊ നമ്മുടെ ശരീരം ഭയങ്കര ബലഹീനോ, സൂക്ഷിച്ചോടെ ഇരിക്കുന്ന നമ്മളെല്ലാവരുടെയും ശരീരം നാവ് ബലഹീനമാണ്, കണ്ണ് ബലഹീനമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉണർന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് കൃപയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പ്രസലോഷ് ബന്ധനം കഴിഞ്ഞു പോകണമെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. നാവിനെ നിയന്ത്രിച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നാവിനെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ നിയന്ത്രണത്തിലാണ്. പ്രസലോഷ് ശരീരം മുഴുവൻ നിയന്ത്രിക്കുക, കംപ്ലീറ്റ് കൺട്രോൾഡ്. അതുകൊണ്ട് പൗലോസ് പറയുന്ന 1 കൊരിന്ത്യർ 9:27 പറയും, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. പ്രസലോഷ് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും. ശരീരത്തെ നിയന്ത്രിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വിശുദ്ധിയിലേക്ക് വരിക. ഹല്ലേലൂയ. ശരീരത്തെ നിയന്ത്രിക്കപ്പെടുമ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടും. നമുക്ക് സ്വർഗീയ ജ്ഞാനങ്ങൾ, അഭിഷേകം കിട്ടും. നമുക്ക് ഈശോയിൽ വളരാൻ പറ്റും.